മാഷെ ഗുഡ് മോർണിംഗ്. മോർണിംഗ് പ്രേക്ഷകരെ നമസ്കാരം. കെ സുരേന്ദ്രൻ്റെ ചില ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ വി ഡി സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിൽ പിന്നാലെ ആദ്യം പോയി കണ്ടത് പാണക്കാടാണ്. അപ്പം ഒരുപാട് സാമുദായിക നേതാക്കൾ, സാമുദായിക പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടെന്നിരിക്കെ കോൺഗ്രസ്സിൽ ഒരാൾ പോയി ചേരുമ്പോൾ എന്തുകൊണ്ട് പാണക്കാട് തന്നെ ആദ്യം പോകേണ്ടി വരുന്നു? എന്തുകൊണ്ട് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ തന്നെ ആദ്യം പോയി കാണേണ്ടി വരുന്നു? എന്താണ് ഇതിന് പിന്നിൽ? വളരെ സിമ്പിളാണ്. ഇപ്പോൾ അത് രണ്ടുപേരും എടുത്ത സ്ട്രാറ്റജി വളരെ കറക്റ്റാണെന്നാണ് ഞാൻ പറയുക. സന്ദീപ് വാര്യർ എടുത്ത സ്ട്രാറ്റജി ശരിയാണ്. സുരേന്ദ്രൻ അതിന് കൗണ്ടറായിട്ട് എടുക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റും വളരെ കറക്റ്റാണ്. രണ്ടുപേരും ഇരിക്കുന്ന പൊസിഷൻ, രണ്ടുപേരുടെയും പുതിയ ദൗത്യം, ആ ദൗത്യത്തിൽ വളരെ വ്യക്തതയോടുകൂടിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണത്. ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്തത് എന്താണ്? സന്ദീപ് വാര്യരെ പോലെ അതിരൂക്ഷമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെയും മുസ്ലിം നേതാക്കളെയും മുസ്ലിം പൊളിറ്റിക്സിനെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അത് അദ്ദേഹം ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ട പണി, അദ്ദേഹത്തെ BJP-യിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന പണിയാണ്, ചെയ്യേണ്ടതുമായ പണിയാണ്. അത് അദ്ദേഹം ശക്തമായും ആത്മാർത്ഥമായും ചെയ്തു. അങ്ങനെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തെ ആഭ്യന്തര കാരണങ്ങളാൽ അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേരാൻ തീരുമാനിച്ചു. കോൺഗ്രസ്സിൽ ചേരാൻ തീരുമാനിച്ചാൽ പിന്നെ കോൺഗ്രസ്സിൽ നിന്നു പോകാനുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മീൻസ് ഉണ്ടാവാനുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുകയും അതിന് താൻ തന്നെ മുൻകൈ എടുത്ത് പരിഹാരം കാണുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് നല്ല അഡ്വൈസും കിട്ടിയിട്ടുണ്ടാവും UDF-ൽ നിന്നൊക്കെ. എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തത് എന്താ? മുസ്ലിം വിരുദ്ധമായ പാർട്ടി എന്നൊരു ചിത്രം RSSനും BJP-ക്കും ഉണ്ടല്ലോ. അതിൽ തന്നെ ഏറ്റവും തീവ്രമായ മുസ്ലിം വിരുദ്ധ വികാരങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ഒരാൾ UDF-ലേക്ക് വരുമ്പോൾ, BJP പോലെ ഒരു ഏക സമുദായ പാർട്ടി അല്ലല്ലോ, UDF-ലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ ചെല്ലുമ്പോൾ സന്ദീപ് വാര്യർ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ആരെയായിരിക്കും? ഏറ്റവും വലിയ എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് മുസ്ലിം സമുദായ സംഘടനകളിൽ നിന്നാണ്. നമ്മളതിനെ ഇങ്ങനെ ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്ന പോലെ ഒളിച്ചു വെച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം സമുദായ നേതാക്കളെ ആയിരിക്കും ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. സന്ദീപ് വാര്യർ, ഞാൻ മാറിയിരിക്കുന്നു, എൻ്റെ നിലപാട് പഴയതല്ല, ഞാൻ ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടൊക്കെ ഞാൻ തിരുത്തിയിരിക്കുന്നു എന്നിപ്പോൾ പാണക്കാട് തങ്ങളോടും ജിഫ്രി തങ്ങളോടും ഒക്കെ പോയി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം BJP-യിൽ നിന്ന് വന്നു. BJP-യിൽ നിന്ന് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ സൈലൻ്റായി നിന്നൊരാളല്ല, വളരെ രൂക്ഷമായി നിന്നൊരാളാണ്. അതാണ് സന്ദീപ് വാര്യർ ചെയ്ത ശരി. ഇനി സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ. സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സുരേന്ദ്രൻ പറയുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് ഒരാൾ പോകുമ്പോൾ, ഒരു പ്രാദേശിക നേതാവ് പോകുമ്പോൾ ആദ്യം പാണക്കാട് പോകേണ്ടി വരുന്നു? അതെ, അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. പോകുന്നത് BJP-ക്കാരനാണ് എന്നതുകൊണ്ടാണ് ആദ്യം പാണക്കാട് പോകേണ്ടി വരും. അല്ല, അവിടെ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസും VD സതീശനും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരുപാട് കമ്മ്യൂണിറ്റികളും ഒരുപാട് സമുദായവുമാണെന്നിരിക്കെ പാണക്കാട് തന്നെ ആദ്യം പോയിട്ട് ഒരു കോൺഗ്രസ് നേതാവിന് കാണേണ്ടി വരുന്നത്, അങ്ങനെ കോൺഗ്രസിലേക്ക് വരുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതെ, ആ പൊളിറ്റിക്സ്, കോൺഗ്രസിനെ ആരാണ് നയിക്കുന്നത്? അതെ, അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു നറേറ്റീവാണ്. BJP കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ് രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കും, മുസ്ലിങ്ങളാണ് കോൺഗ്രസിൻ്റെ നയം തീരുമാനിക്കുന്നത്, മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നയം എന്നൊരു പൊളിറ്റിക്സ് അല്ലല്ലോ. അത് തന്നെയാണ് സുരേന്ദ്രൻ ആവർത്തിക്കുന്നത്. സുരേന്ദ്രൻ പുതിയ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. പക്ഷേ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ മുൻനിർത്തിയിട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിനകത്തുകൂടി നിൽക്കുന്ന, കോൺഗ്രസ്സിനകത്തും UDF-ലെ മറ്റനേകം കക്ഷികളിലും നിൽക്കുന്ന വ്യത്യസ്ത ഹിന്ദു ജാതി സമുദായങ്ങളുണ്ടല്ലോ, ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾ, ആ സമുദായങ്ങളെ ഒന്ന് ഇളക്കാനും അതിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ ഒരുപക്ഷെ അവരുടെ ഒരു അസംതൃപ്തി ഉണ്ടാക്കിയെടുത്തിട്ട് BJP-ക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതേസമയത്ത് സതീശനെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ചോദിച്ചാൽ, സതീശനെ ഈ സന്ദീപ് വാര്യരെ പോലെ ഒരു കാലിബറുള്ള നേതാവിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്
UDF-നെ സജ്ജമാക്കാനാണ് നയിക്കുന്നത്. കാരണം അതിനാദ്യം സഞ്ജീവ് വാര്യരെ പറഞ്ഞയക്കേണ്ടത് എവിടെയാണ്? പാണക്കാടാണ്. മുസ്ലിം ലീഗാണ് രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള UDF-ലെ കക്ഷി. അവരെ തൃപ്തിപ്പെടുത്തി നിർത്തണം, അവരെ സമാധാനിപ്പിക്കണം, അവരുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പ് അവസാനിപ്പിക്കണം. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ, ഇപ്പോൾ പുതിയൊരു ഇഷ്യൂ ആണത്, മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇനി അത് മുതലെടുക്കാൻ, അതാണല്ലോ ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് പോലും അതാരോ ഉപയോഗിച്ചത്? ഇടതുപക്ഷമാണ് ഉപയോഗിച്ചത്, BJP അല്ലല്ലോ. അത് BJP ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഉപയോഗിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ഇടതുപക്ഷം വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. 2 സുന്നി പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുക്കുക. പരസ്യം കൊടുത്തിട്ട് സന്ദീപ് വാര്യർ ഇന്നലെ വരെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഉന്നയിച്ച സകല ആരോപണങ്ങളും പട്ടികയിട്ട് നിരത്തുക, എന്നിട്ട് 1-ാം പേജ് പരസ്യം കൊടുക്കുക. അത് സമസ്തയെ ലീഗിലൂടെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് എന്തുമാത്രം UDF-ന് കിട്ടുമോ അതിൽ നിന്നൊരു അംശമെങ്കിലും ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ അത് ശ്രമിക്കുമെന്ന് സതീശൻ നേരത്തെ കണ്ടു എന്നതിൻ്റെ അർത്ഥം. സതീശൻ നേരത്തെ കണ്ടതുകൊണ്ടാണ് ജിഫ്രി തങ്ങളെ കൂടി പോയി കാണാൻ, കോൺഗ്രസ് നേതാവ് നൗഷാദ് അലിയുടെ കൂടെ ജിഫ്രി തങ്ങളെ പോയി കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല. രണ്ടുപേരും തങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രാഷ്ട്രീയ നേട്ടം, ഒന്ന് സന്ദീപ് വാര്യർക്ക് സ്മൂത്തായിട്ട് UDF-ൽ മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ കളം അദ്ദേഹം ഒരുക്കി വെച്ചു. പക്ഷേ സന്ദീപ് വാര്യർ നേരത്തെ വലിയ രീതിയിൽ ലീഗിനെ അടക്കം വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സമുദായത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മയപ്പെടുത്താൻ്റെ ഭാഗമായിട്ട് കണ്ടു എന്നാണ് മാഷ് പറയുന്നത്. മയപ്പെടുത്താനല്ല. പക്ഷേ സന്ദീപ് വാര്യർ മാത്രമാണോ? ഈ മറ്റേത് നേതാക്കളെ ഇപ്പോൾ കോൺഗ്രസ്സിൽ വന്നാലും ആദ്യം പാണക്കാട് പോയിട്ട് ഈ മുസ്ലിം വിരുദ്ധതയൊന്നും നേരത്തെ പ്രകടിപ്പിക്കാത്ത ഏത് നേതാക്കൾ വന്നാലും പാണക്കാട് പോയി കാണേണ്ടി വരില്ലേ? ആ ഒരു സ്ഥിതി ഇല്ലേ? അല്ല, കാണേണ്ടി വരിക എന്നുള്ള UDF-ലെ പൊതുവെ അങ്ങനെ ശീലമുണ്ട്. UDF-ലേക്ക് ആര് കടന്നു വന്നാലും UDF-ൽ ആര് സ്ഥാനാർത്ഥിയായാലും അതൊക്കെ ഒരു പരമ്പരാഗത രീതിയാണ്. സമുദായ നേതാക്കൾ അത് തിരിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യം, ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ KPCC പ്രസിഡൻ്റ് ആയാൽ, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരു BJP-യുടെ സംസ്ഥാന അധ്യക്ഷനോ ഒരു കേന്ദ്രമന്ത്രിയോ ഒക്കെ ആയാൽ, ജാതിയും മതവും നോക്കിയിട്ടല്ല, എല്ലാ ബിഷപ്പുമാരെയും, പ്രധാനപ്പെട്ട ബിഷപ്പുമാരെ കാണാറുണ്ട്, സഭാ നേതാക്കന്മാരെ കാണാറുണ്ട്, സമുദായ നേതാക്കളെ NSS-ൻ്റെ ആസ്ഥാനത്ത് പോകാറുണ്ട്, വെള്ളാപ്പള്ളിയെ കാണാറുണ്ട്. അതൊക്കെ സ്ഥിരം നടക്കുന്ന നടപടിയാണ്. ഇപ്പോഴത്തെ ഈ പോക്കിൽ എന്തുകൊണ്ട് സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളെ പോയി കണ്ടു എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സന്ദീപ് വാര്യർ വന്നത് BJP-യിൽ നിന്നാണ്. BJP-യിൽ സൈലൻ്റായി നിന്ന ഒരാളല്ല. ഒരു പക്ഷേ സുരേന്ദ്രനൊക്കെ ഉയർത്തിയതിനേക്കാൾ അതിരൂക്ഷമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ UDF-ന് അയാളെ ഉൾക്കൊള്ളണമെങ്കിൽ, UDF-ന് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എവിടുന്നാണോ ഒടുവിൽ എതിർപ്പ് വരാനിടയുള്ളത് അത് ആദ്യം തടയിടണം. അതാണ് ചെയ്തത്. സതീശൻ്റെ ഉപദേശമാണെങ്കിൽ ആ ഉപദേശം കറക്റ്റാണ്. KC വേണുഗോപാലിൻ്റെ ഉപദേശമാണെങ്കിൽ ആ ഉപദേശം കറക്റ്റാണ്. സന്ദീപ് വാര്യർ കറക്റ്റാണ് ആ കാര്യത്തിൽ. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്, മാഷനെ ഇപ്പോൾ പറഞ്ഞു, പൊതുവേ UDF-ൽ ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാണക്കാടിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കമായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നുള്ളത്. ആ കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ സന്ദീപും പോയത്. ആ കീഴ്വഴക്കം ആവണമെന്നില്ല. ഇനി ഒരു കീഴ്വഴക്കവും ഇല്ലെങ്കിൽ പോലും സന്ദീപ് വാര്യർ വരുമ്പോൾ നിർബന്ധമായും പോകേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആ സാഹചര്യം വളരെ സങ്കീർണമാണ്. അതുകൊണ്ടാണ് ഒന്ന് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ വലിയ തോതിൽ നടക്കുന്നുണ്ട് രാജ്യത്ത്. അതിൽ തന്നെ ഈ മുസ്ലിം വിരുദ്ധത BJP-യും RSS-ഉം വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് കേരളത്തിൽ അത് ഇത്ര വ്യാപകമായതും പ്രകടമായതെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ പൊളിറ്റിക്സ് ഉണ്ടല്ലോ BJP-ക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJP-യിൽ നിന്ന് ഇന്നലെ വരെ അതിശക്തമായി, ഞാൻ പറഞ്ഞല്ലോ, അതിശക്തമായി ഈ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ UDF-ലേക്ക് വന്നാൽ ആദ്യം പോയി കാണേണ്ടത് അവിടെയാണ്. ഒരു തർക്കമില്ലെന്നേ. അതിൽ ആർക്കാ ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്തത്? അത് സുരേന്ദ്രൻ UDF-ന്റെ ആ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം, പ്രധാനമായിട്ടും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് UDF എന്നുള്ളൊരു നെറേറ്റീവ് ഇത്തരം രീതികളിലൂടെയും അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളിലൂടെയൊക്കെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉന്നയിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത് തന്നെയാണ് സുരേന്ദ്രൻ ഈ സമയത്ത് ചോദിച്ചു. പക്ഷേ മറ്റേ ചോദ്യം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏതൊരു നേതാവിനും ഒരു UDF കൺവീനർ വന്നു, LDF കൺവീനർ വന്നു, അല്ലെങ്കിൽ ഒരാൾ സ്പീക്കറായി കണ്ടില്ലേ? കേരളത്തിലെ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചെറുപ്പക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും ഈ സമുദായ നേതാക്കളെയൊക്കെ പോയി കാണേണ്ടതുണ്ട്. അവരുടെയൊക്കെ ആശീർവാദം ആവശ്യമുണ്ടോ? അത് കേരളത്തിൻ്റെ ഈ സോഷ്യൽ റിയാലിറ്റിയും സോഷ്യൽ സ്ട്രാറ്റയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ട്രാറ്റജിയാണ്. അത് തീരുമാനിക്കേണ്ടതുണ്ടോ ഇല്ലയോ? മറിച്ച്
ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തില് സന്ദീപിന്റെ അടുത്ത് ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മറ്റ് സാമുദായിക നേതാക്കളെ ഒന്നും പോയി കാണുന്നില്ല. അപ്പൊ സന്ദീപിന്റെ പ്രതികരണം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ വെച്ചിട്ട്, എനിക്ക് ഹെലികോപ്റ്റർ ഇല്ല. BJP പോലെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി പാവം പാർട്ടിയാണ്, ഹെലികോപ്റ്റർ ഇല്ല, ചെറിയ വാഹനത്തിലൊക്കെ പോകാൻ വേണ്ടി സാധിക്കുള്ളൂ, ഇനിയും ദിവസം ഉണ്ടല്ലോ എന്നാണ് സന്ദീപിന്റെ പ്രതികരണം. നല്ല മറുപടിയാണത്. അത് കറക്റ്റ് അല്ല, ആൻസർ അതല്ല നമുക്കറിയാം. ആൻസർ ഹെലികോപ്റ്റർ അല്ല, ഈ കാറെടുത്ത് പോയാലും പോകാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ ദൂരത്തൊക്കെ. പക്ഷേ അവിടെയൊക്കെ പോകാൻ സമയമുണ്ട്. എന്നെപ്പോലെ ഒരാൾക്ക് UDF-ൽ കോൺഗ്രസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അംഗീകാരം നേടി മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം നീക്കേണ്ട കടമ്പ ഏതാണ്? ആ കടമ്പ തന്നെയാണ്. അദ്ദേഹം ചെയ്തത് ശരിയാണ്, അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ, അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗൗതം ചോദിച്ച ചോദ്യം ഇതല്ല. ചോദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ജാതിക്കളങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച, സമുദായ മേൽവിലാസത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച ഒരു പാരമ്പര്യമുള്ള, നവോത്ഥാന പാരമ്പര്യമുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങൾക്ക് കിട്ടുന്ന ഓരോ സന്തോഷവും പങ്കിടാൻ, അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ആശീർവാദം വാങ്ങാൻ സമുദായ നേതാക്കളെ പോയി കാണേണ്ടതുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതെല്ലാവരും ചോദിക്കേണ്ടതാണ്. പക്ഷേ ആദ്യം ചോദിക്കേണ്ട ഇടതുപക്ഷം പോലും അത് ചെയ്യുന്നു. പിന്നെ BJP നേതാക്കന്മാർ, പാണക്കാട് ചെല്ലാത്ത BJP നേതാക്കന്മാർ കേരള ചരിത്രത്തിൽ ആരാണുള്ളത്? എന്തുകൊണ്ട് പോകേണ്ടി വരുന്നു? എല്ലാ രാഷ്ട്രീയക്കാരെയും ബാധിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം ഉന്നയിക്കേണ്ടതാണ്. എനിക്ക് അതിൽ ഇനി ഒരു സമുദായം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകരെ കാണേണ്ടത്, അതിനൊരു മാതൃകയും പല മാതൃകയുണ്ട്. സമുദായം തിരിച്ചാണ് കേരളത്തിലെ കാലിബറുള്ള രാഷ്ട്രീയ നേതാക്കളെ വിലയിരുത്തുമ്പോൾ ആരൊക്കെ കൊള്ളാവുന്നവരാണ് കൊള്ളാത്തവരാണ് എന്ന് തീരുമാനിക്കേണ്ടത് അവരെ ചെന്ന് കണ്ടുവോ ഇല്ലയോ നോക്കിയിട്ടല്ല. മന്നത്ത് പത്മനാഭൻ, ഒരു ഒറ്റ ഇൻസിഡൻറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. മന്നത്ത് പത്മനാഭൻ പണ്ട് തോപ്പിൽ ഭാസി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തോപ്പിൽ ഭാസ്കര പിള്ളയാണല്ലോ, മന്നത്ത് പത്മനാഭ പിള്ളയുമാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, മന്നത്തിന് ഒന്ന് പോയി കണ്ടാൽ സമുദായത്തിൻ്റെ ഒരു വോട്ട് ഉറപ്പിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോറി, ഞാനില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്കങ്ങനെ സമുദായ നേതാക്കന്മാരെ കാണാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പക്ഷേ മന്നത്ത് പ്രതികരിച്ചത് എങ്ങനെയെന്നറിയോ? അവൻ ആരെ കണ്ടാലും കണ്ടില്ലെങ്കിലും ചുണയുള്ള നായരാണെന്ന് പ്രതികരിച്ചു. തോപ്പിൽ ബാസി ജയിച്ചു കയറി. ഞാൻ പറയുന്നത്, സമുദായ നേതാക്കന്മാർക്ക് ബോധമുണ്ടെങ്കിൽ അവിടെ വന്നോ ഇല്ലേ നോക്കിയിട്ടല്ല ഒരാളെ അംഗീകാരം തീരുമാനിക്കും. കഴിവുള്ളവനാണ് അവൻ, നമ്മുടെ പയ്യനാണ്, അവൻ ജയിച്ചു പോട്ടെ എന്ന് തീരുമാനിക്കുന്ന സമുദായ മനസ്സുണ്ടല്ലോ, ഏത് പാർട്ടിയിലായിരുന്നു. അങ്ങനെ അതാണ് കേരളത്തിൻ്റെ മനസ്സ്. എന്തായാലും സന്ദീപ് വാര്യർ പുറത്തു പോയതിന് പിന്നാലെ കയറി ഹിറ്റാവുന്നത് K. സുരേന്ദ്രനാണ്, ഇത്തരം ചില ചോദ്യങ്ങളിലൂടെയൊക്കെ. പക്ഷെ ആ ചോദ്യത്തിന് ചെറിയ ചില പ്രസക്തി ഉണ്ട്. അതായത് കോൺഗ്രസ് എന്ന പാർട്ടി മുസ്ലിങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണോ എന്നാണ് വളരെ ലളിതമായിട്ട് സന്ദീപ് വാര്യർ K. സുരേന്ദ്രൻ ചോദിക്കുന്നത്. ലത്തീൻ കത്തോലിക്കയുണ്ട്, മറ്റ് ക്രിസ്ത്യൻ സമുദായങ്ങളുണ്ട്, സംഘടനകളുണ്ട്, ഇവരൊന്നും പോയി കാണുന്നില്ല. സന്ദീപ് ആദ്യം പോയത് പാണക്കാടാണ്, പിന്നീട് ജിഫ്രി മുത്തുപ്പോയ തങ്ങളെ പോയി കാണുന്നു. ആദ്യം പോയത് പാണക്കാടും പിന്നീട് മറ്റേതെങ്കിലും ലത്തീൻ കത്തോലിക്കയോ മറ്റേതെങ്കിലും ക്രിസ്ത്യൻ സമുദായിക നേതാക്കളെയാണ് കാണാൻ പോയിരുന്നതെങ്കിൽ എന്താണ് ഇങ്ങനൊരു ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം രണ്ട് വട്ടവും പോയത് രണ്ട് സാമുദായിക നേതാക്കളെ, അത് മുസ്ലിം സാമുദായിക നേതാക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് മുസ്ലിങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണോ എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തമാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അല്ല, അത് കോൺഗ്രസിനകത്തെയും UDF-നകത്തെയും മുസ്ലിങ്ങളല്ലാത്ത സമുദായങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും അത് BJP-ക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുമുള്ള ഒരു ശ്രമം മാത്രമാണ്. മറ്റേതൊക്കെ സുരേന്ദ്രനെ അറിയാം. എന്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ സന്ദീപ് വാര്യർ അതിൻ്റെ സ്ഥാനത്ത് സുരേന്ദ്രനായാലും ആദ്യം പോകും പാണക്കാട്ടാണ്. കാരണം അവർ BJP-ക്കാരാണ്, മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടുണ്ടാവും, അത് തണുപ്പിക്കാൻ ആദ്യം പോകേണ്ടത് പാണക്കാട്ടാണ്. വളരെ സിമ്പിളാണ് കാര്യം. അതുകൊണ്ട് പക്ഷേ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്ട്രാറ്റജിക്കലാണ്. ആ സ്ട്രാറ്റജി വിജയിച്ചാൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യും, BJP-ക്കും ഗുണം ചെയ്യും. അത്രയേ ഉള്ളൂ നമ്മൾ കാണുന്നത്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ സന്ദീപ് പോയതിന് പിന്നാലെ സുരേന്ദ്രൻ കയറി ഹിറ്റാവുകയാണ് BJP. അതായിക്കൊള്ളട്ടെ എന്നേ, ആർക്ക് ഹിറ്റാവുന്നു. കാരണം പക്ഷേ ഇന്ന് നിർണായകമായ ദിവസമാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് കിട്ടുമായിരുന്നൊരു വാർത്ത സന്ദീപ് വാര്യരെ BJP പുറത്താക്കി എന്നായിരുന്നു. ആ വാർത്തക്ക് കാത്തു നിൽക്കാതെ ആവശ്യമായ വേഗത്തിൽ ആ വാർത്ത മണത്തെടുത്ത് അതിന് പ്രതിക്രിയ ചെയ്തു എന്നതാണ് സന്ദീപ് വാര്യർ ഹിറ്റായത്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ മറികടക്കാൻ ഹിറ്റാവാൻ സുരേന്ദ്രന് സാധിച്ചാൽ നമുക്ക് രണ്ടും സന്തോഷം. അതെ, ഓക്കെ.